നമ്മ പറഞ്ഞു. പിന്നെ മൂന്നാമത്തത് ചിർപ്പുഴും. ചിപ്പുകളും ഗോത്രി തന്നിൽ പുകഴ്വല്ലോർ നാസ്രത്തുങ്കൽ പുകഴ്വല്ലോർ നാസ്രത്തുങ്കൽ യാക്കോ സ്ലീഹായി കതികുതൈ പുകഴ്വല്ലോർ നാസ്രത്തുങ്കൽ യാക്കോ സ്ലീഹായി കതികുതൈ ചിപ്പുകളും ഗോത്രി തന്നിൽ പുകഴ്വല്ലോർ നാസ്രത്തുങ്കൽ പുകഴ്വല്ലോർ നാസ്രത്തുങ്കൽ യാക്കോ സ്ലീഹായി പുകഴ്വല്ലോർ നാസ്രത്തുങ്കൽ യാക്കോ സ്ലീഹായി കതികുതൈ പാൽവർണ്ണ കുതിരയുമേന്തി സിലിവായ് കൊടി വലിച്ച് ആണ്ടവനിൽ പ്രിയനാകും യാക്കോ സ്ലീഹായി കതികുതൈ ആണ്ടവനിൽ പ്രിയനാകും യാക്കോ സ്ലീഹായി കതികുതൈ ചിപ്പുകളും ഗോത്രി തന്നിൽ പുകഴ്വല്ലോർ നാസ്രത്തുങ്കൽ പുകഴ്വല്ലോർ നാസ്രത്തുങ്കൽ യാക്കോ സ്ലീഹായി പുകഴ്വല്ലോർ നാസ്രത്തുങ്കൽ യാക്കോ സ്ലീഹായി കതികുതൈ തന്നോടെ നാമധേയം ബാലന്മാർ ചൊല്ലും ഇപ്പോൾ അകമ്പാടി സഹാക്ക് വിളങ്ങിടുന്നേ കതികുതൈ അകമ്പാടി സഹാക്ക് വിളങ്ങിടുന്നേ കതികുതൈ. അടുത്തത് പിന്നെ ഈ പാടിയ പാട്ട് നോക്കുന്നുണ്ടെങ്കിൽ കൂടുതലും അർത്ഥവത്തായുള്ള പാട്ടാണ്. അതെന്നുണ്ടെങ്കിൽ ഈ വരികളുടെ എല്ലാ അർത്ഥങ്ങളും നമുക്ക് നമ്മുടെ ഈ നസ്രത്ത് പള്ളിയിൽ ഉള്ള യാക്കോസ്ലിയാനെ കുറിച്ചുള്ള പാട്ടാണ്. മനസ്സിലായി? അപ്പൊ ആ ഓരോ പള്ളിയിൽ ചെല്ലാൻ നേരത്ത് ഇപ്പൊ മാതാവിന്റെ പള്ളിയിലാണ് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ ആ പെരുന്നാളിന് മാതാവിന്റെ പേര് ഏറ്റുപാടി നമ്മൾ ചെല്ലും. പക്ഷെ ഇപ്പൊ പാടിയ പാട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ നസ്രത്ത് പള്ളിയിലെ ബേസ് ആയിട്ടുള്ള പാട്ടാണ്. നസ്രത്ത് പള്ളിയിലെ നമ്മളുടെ ഇടവക മധ്യസ്ഥനല്ലെങ്കിലും പ്രത്യേക മധ്യസ്ഥൻ വിശുദ്ധ യാക്കോസ്ലിയാണ്. നമ്മുടെ ശിഷ്യന്മാരിൽ ആദ്യത്തെ സൈനിക അടിസ്ഥാനം അല്ലെങ്കിൽ രക്തസാക്ഷ്യം വഹിച്ച യാക്കോസ്ലിയാണ്. അപ്പൊ യാക്കോസ്ലിയാന്റെ കുറിച്ചുള്ള പാട്ടാണ്. ഓരോ വരികളും അർത്ഥവത്തായിട്ടുള്ള ഓരോ വരിക്കും എടുത്തു നോക്കിയാലും ഇനി നമുക്ക് അർത്ഥമുള്ള പാട്ടാണ് ഈ ഇപ്പൊ പാടിയത് പാട്ട്. ഇതിന്റെ അർത്ഥം ഒന്ന് ചെറുതായിട്ട് തന്നെ പറയാമോ? അതായത് ഇപ്പൊ ചെറുപ്പുഴും ഗോത്ര തന്നിൽ പുകഴ്വല്ല യാക്കോസ്ലിയായി നസ്രത്ത് പള്ളിയിലുള്ള യാക്കോസ്ലിയാനെ കുറിച്ചുള്ള പാട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. പിന്നെ ഈ പാൽവർണ്ണ കുതിരയിലേന്തി സ്ലീവായി കൊടി അതാണ് അയാളുടെ സ്റ്റാച്യു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പടനായകന്റെ ഒരു ഇതാണ് പറയുന്നത്. അപ്പൊ ഇവിടെ പഞ്ഞം പറച്ചവാദിയൊക്കെ വരുന്ന സമയത്ത് പുള്ളിക്കാരൻ കുതിരയിലേന്തി നമ്മളെ രക്ഷിക്കാൻ വന്നു. അതാണ് പാൽവർണ്ണ കുതിരയിലേന്തി കൊടിയും വാളൊക്കെ പിടിച്ചു വന്നു എന്നുള്ളൊരു വരുന്നത്. പിന്നെ ആണ്ടവനിൽ പ്രിയനാകും യാക്കോസ്ലിയായി. ആണ്ടവൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശിഷ്യന്മാരിൽ ഏറ്റവും പ്രിയപ്പെട്ടവനാണ് യാക്കോസ്ലിയ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളുടെ ഈ ഇവിടെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ യാക്കോസ്ലിയാണ് ഭയങ്കര വിശ്വാസമുള്ള ഒരു ഏരിയയാണ് ഈ നസ്രത്ത് പള്ളി എന്ന് പറയുന്നത്. അപ്പൊ നസ്രത്ത് വിശുദ്ധ യാക്കോസ്ലിയാനെ കുറിച്ചുള്ള മെയിനായിട്ട് അർത്ഥവത്തായിട്ടുള്ള ഒരു പാട്ടാണ് ഇപ്പൊ പാടിയത്.